നമസ്കാരം. മാസഫലത്തിൽ മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസക്കാലഘട്ടത്തിൽ നിങ്ങളുടെ 7 ശനി ദോഷം അത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ശനി ജന്മരാശിയുടെ 12ാം രാശിയിൽ നിൽക്കുമ്പോൾ ചിലതരം നഷ്ടങ്ങളും പരാജയങ്ങളും തോൽവികളും പ്രതീക്ഷിക്കാത്ത ധന നഷ്ടങ്ങളും, പരീക്ഷയിൽ തോൽവികൾ വരുന്നു, ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അതിലും ചെറിയ പരാജയം ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ശനി ദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്തു പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ശനിദോഷത്തിനുള്ള പരിഹാരം 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ശനിയാഴ്ചയും ചെയ്യുന്നു, എനിക്കതിൻ്റെ ഫലം ലഭിക്കുന്നില്ല എന്ന്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ദോഷമുണ്ടെങ്കിൽ ആ ദോഷത്തിൻ്റെ പരിഹാരം കൃത്യമായിട്ടും ആ അമ്പലത്തിൽ തന്നെ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ശനിദോഷമുണ്ടെങ്കിൽ ഇപ്പോൾ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കഴിപ്പിക്കുകയോ നെയ്വിളക്ക് അർപ്പിക്കുകയോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിലോ നീരാഞ്ജനം, നെയ്വിളക്ക്, വഴിപാട് ഇതെല്ലാം അർപ്പിച്ചാൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും. അല്ലാതെ ഉപദേവതയായിട്ടുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉപദേവനായിട്ടുള്ള ദേവന്മാരെടുത്ത് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഫലം മറ്റു അമ്പലത്തിൽ ചെയ്യുന്നതിനേക്കാളും 10 ഇരട്ടി കുറവായിരിക്കും. അപ്പോൾ കൃത്യമായി ഫലം വേണമെന്നുണ്ടെങ്കിൽ അതായത് അമ്പലങ്ങളിൽ തന്നെ പരിഹാരം ചെയ്തു പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇപ്പോൾ ശനിദോഷത്തിലുള്ള പരിഹാരം ചെയ്തു പോകും. പലതരം മാറ്റങ്ങളും ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനോടൊപ്പം വ്യാഴം രാശി മാറിയിരിക്കുകയാണ്. വ്യാഴത്തിൻ്റെ മാറ്റം നമുക്ക് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങളും തരാൻ പോവുകയാണ്. വ്യാഴം ജന്മത്തിൻ്റെ 4ാം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിനുള്ളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിർത്തുവാൻ സാധിക്കും. മാത്രമല്ല, വീട് സംബന്ധമായിട്ടൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ളൊരു വഴികൾ തുറന്നു തരും. വീട് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ധാരാളം ധനം അതിൽ നിന്ന് ലഭിക്കുവാൻ സാധിക്കും. വസ്തു വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ സാധിക്കുന്നുണ്ട്. വീട്ടിനുള്ളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും, മാത്രമല്ല വീട്ടിലുള്ള വ്യക്തികൾക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അങ്ങനെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ നേട്ടങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം കൂടി ചെയ്തു പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. പിതാവിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരനിൽ നിന്നോ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും എന്നുണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ സന്തോഷകരമായ രീതിയിലൊരു ജീവിതാനുഭവം ഉണ്ടാക്കുവാനും ഒരു ഫാമിലിയായിട്ടുള്ള സന്തോഷമായിട്ട് പുറത്തു പോകുവാനോ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുവാനോ ഒക്കെ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. യാത്രയ്ക്ക് ഒരുപാട് ധനം ചിലവാകും എന്നുണ്ടെങ്കിലും മനസ്സിന് നല്ലൊരു സന്തോഷം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലും കാണപ്പെടുന്നു. കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടുവാൻ ഇപ്പോൾ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ദോഷം വന്നിരുന്നാലും നിങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാന് പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഒരു ജലധാരയൊക്കെ നടത്തി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഏറെക്കുറെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുകയും നേട്ടങ്ങൾ വരികയും സർവ്വ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. മാത്രമല്ല, നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ഒരു മാസത്തെ പൂജ നടക്കുകയാണ്. അപ്പോൾ ഈ മാസപൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നതും നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സർവ്വകാര്യസിദ്ധി പൂജയാണ് നടക്കുന്നത്. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും വരുവാൻ സാധ്യതയുണ്ട്. നമസ്കാരം. മാസഫലത്തിൽ ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഇവിടെ ഈ ഒരു മാസത്തിൽ
ഇടവം രാശിക്കാർക്ക്, അതായത് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഒന്നെന്ന് പറയുന്നത് ശനിദോഷം ഇവരെ ബാധിക്കുന്നില്ല. അതായത് കണ്ടകശനിയോ 7.5 ശനിയോ അഷ്ടമശനിയോ ദോഷങ്ങളൊന്നും ഇവർക്ക് വരുന്നില്ല. തുടർന്ന് ശനി 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു നേട്ടങ്ങൾക്കൊരു ചെറിയ ഇഴച്ചിലുണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു നെയ്വിളക്കോ നീരാഞ്ജനമോ ഒക്കെ കഴിപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. ഒരുപാട് ഗുണപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. തുടർന്ന് വ്യാഴം ഇപ്പോൾ രാശി മാറിയിരിക്കണം. അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ജന്മത്തിൻ്റെ 3ാം ഭാവത്തിലേക്ക് വ്യാഴം നിൽക്കുകയാണ്. വ്യാഴം നമുക്ക് ഒരുപാട് നേട്ടവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തരുന്ന ഒരു ഗ്രഹം തന്നെയാണ്. അത് തൻ്റെ 12 വർഷത്തിലൊരിക്കലാണ് തൻ്റെ ഉച്ചരാശിയിൽ വന്നു ചേരുന്നത്. അപ്പോൾ വ്യാഴം തൻ്റെ ഉച്ചരാശിയിലേക്ക് വന്നപ്പോഴേക്കും നമുക്ക് ഒരുപാട് ഐശ്വര്യം വന്നു ചേരുകയാണ്. പ്രതീക്ഷിക്കാത്ത ഐശ്വര്യങ്ങളും നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും സമ്പൽ സമൃദ്ധിയും സന്തോഷവും വരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിനുള്ളിൽ, അതായത് സഹോദരങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറുന്നു. സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതാനുഭവമൊക്കെ ഇവിടെ വരികയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മടി, അലസത, ഉറക്കക്കൂടുതൽ, ഒരു കാര്യത്തിന് താല്പര്യമില്ല, നാളത്തേക്ക് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു നേട്ടം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അതിനോടൊപ്പം തന്നെ മനസ്സിന് നല്ല ധൈര്യമുള്ള വ്യക്തികളാണ്. ഒരുപാട് ധൈര്യമുണ്ട്. എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ധൈര്യം നമ്മൾ എല്ലാ കാര്യത്തിലും കാണിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ചില നഷ്ടങ്ങളോ അല്ലെങ്കിൽ കളവുകളോ മോഷണം പോവുകയോ നമ്മൾ മറന്നു വയ്ക്കുകയോ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇങ്ങനെ മറന്നു വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ജോലിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ നമ്മുടെ ഈ ഒരു മടിയും മന്ദതയും നമ്മളെ ഈ പല കാര്യത്തിൽ, അത് വിദ്യാഭ്യാസപരമായിട്ട് ജോലി സംബന്ധമായിട്ടൊക്കെ പിന്നിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വരെ ലാഭം കുറയുവാനുള്ള സാധ്യത നമ്മുടെ മടി കാരണമാണ്. ധനപരമായ നഷ്ടങ്ങൾ നമുക്ക് വരുന്നുവെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവുകേട് തന്നെയാണ്. നമ്മൾ ഇറങ്ങി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഈ ഒരു സമയത്ത് വിഷ്ണു ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ വ്യാഴാഴ്ച ദിവസം ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലിയും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോകുന്ന ദിവസങ്ങളിലെങ്കിലും ഒരു പുഷ്പാഞ്ജലിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അതിനോടൊപ്പം പക്കന്നാൾ വരുമ്പോൾ ഒരു പാൽപായസ വഴിപാടൊക്കെ നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങളും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കുന്ന പോലെ ഈ മാസവും സർവകാര്യസിദ്ധി പൂജ നടക്കുകയാണ്. പൂജയിൽ പങ്കെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം നടത്തുന്ന പൂജയാണ്. നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമസ്കാരം. മാസഫലത്തിൽ മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഫോളോ ചെയ്യൂ. ഈ ഒരു മാസത്തിൽ മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് കണ്ടക ശനിയുടെ ദോഷം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കർമ്മരംഗത്താണ് ഇപ്പോൾ ബാധിക്കുന്നത്. അതായത് ജന്മത്തിൻ്റെ 10ാം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായി ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക്, അത് ഡെയിലി വേക്കൻസിയുടെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക്, സാധാരണ പണിക്കാർ, അത് സ്ഥിരം നിത്യവും ജോലി അന്വേഷിച്ച് പോകുന്ന ഡ്രൈവർമാർ അല്ലെങ്കിൽ കെട്ടിടപ്പണിക്കാർ, അങ്ങനെ പലതരം ജോലി ചെയ്യുന്ന വ്യക്തി, ഇവർക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ, അവർക്ക് സാമ്പത്തികം ലഭിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇവയെല്ലാം ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരികയാണ്. മാത്രമല്ല ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൻ്റേതായ പരാജയങ്ങൾ വരുന്നു, നഷ്ടങ്ങൾ വരുന്നു, ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു, കൂടെ നിൽക്കുന്നവർ നമ്മളെ പറ്റിച്ചിട്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ വരുന്നു. അങ്ങനെ ബിസിനസ് സംബന്ധമായിട്ടും പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ബിസിനസ്സിൽ
ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ പറ്റിക്കുന്നു മാത്രമല്ല, നമ്മളിപ്പോൾ ഷെയർ മാർക്കറ്റിംഗ് പോലുള്ള ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ചില നഷ്ടങ്ങൾ വരുന്നു, അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് ലാഭം ലഭിക്കാതെ വരുന്നു, ആരെങ്കിലും പൈസ സാമ്പത്തികം തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഈ ശനിദോഷം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കൃത്യമായി പരിഹാരം ചെയ്യുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം, നെയ്വിളക്കെല്ലാം അർപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ പരിഹാരം ചെയ്യുമ്പോൾ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ പ്രധാന ദേവനായുള്ള അമ്പലത്തിൽ തന്നെ പരിഹാരം ചെയ്യുക. ഒരു നീരാഞ്ജനം കഴിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ നീരാഞ്ജനം കഴിപ്പിച്ചാൽ അതിൻ്റേതായ ഫലം നിങ്ങൾക്കുണ്ടാകും. അല്ലാതെ ഉപദേവത ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി, ഒരു അയ്യപ്പൻ പ്രതിഷ്ഠയായിട്ടുള്ള അമ്പലത്തിൽ പോയി പരിഹാരം ചെയ്താൽ അതിൻ്റെ ഫലം കുറവായിരിക്കും. അപ്പോൾ കൃത്യമായി പരിഹാരം, എന്ത് പരിഹാരം ചെയ്താലും അതാത് അമ്പലങ്ങളിൽ ചെയ്യുക. ദേവിക്കൊരു വഴിപാട് കഴിപ്പിക്കണമെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ ചെയ്യുക. ശിവനോ അല്ലെങ്കിൽ മഹാവിഷ്ണുവോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനൊരു വഴിപാട് അർപ്പിക്കണമെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക. എല്ലാ അമ്പലങ്ങളിലും ചിലപ്പോൾ കൃഷ്ണൻ കാണും, ഗണപതി, അയ്യപ്പൻ കാണും, ദേവി കാണും. അപ്പോൾ നമ്മളങ്ങനെ മാറി മാറി ഉപദേവതകളെടുത്ത് പോയി വഴിപാട് കഴിപ്പിച്ചതിന് ഫലം കുറവായിരിക്കും. പലരും നീരാഞ്ജനം കഴിപ്പിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. കൃത്യമായി നിങ്ങൾ ശനിദോഷം ഉള്ളവർ ശനിയാഴ്ച ദിവസങ്ങളിൽ ഏതെങ്കിലും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ദേവൻ്റെ അമ്പലത്തിലോ പോയി നീരാഞ്ജനം, നെയ്വിളക്കെല്ലാം കഴിപ്പിച്ചാൽ അതിൻ്റേതായ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ വ്യാഴം നിൽക്കുന്നത് അതിൻ്റെ 2ാമത്തെ രാശിയിലാണ്. ഒരുപാട് നേട്ടങ്ങൾ വരുന്ന സമയം തന്നെയാണ്. അപ്പോൾ നമുക്ക് ധാരാളം ധനം അത് നമുക്ക് സേവ് ചെയ്യുവാൻ സാധിക്കും. വസ്തു, വീട് എന്നിവയ്ക്കെല്ലാം വേണ്ടി നേട്ടങ്ങൾ ഉണ്ടാക്കുവാനെല്ലാം സാധിക്കും. സംസാരത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സംസാരത്തിലൂടെ മികവ് വരുത്തുവാനും അല്ലെങ്കിൽ സംസാരിച്ച് നമുക്ക് ഉയരങ്ങളിലെത്തുവാനും, ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്കതിലൊരു പോസിറ്റീവായിട്ടുള്ള ഇതിലേക്ക് വരുവാനും, നമ്മുടെ സംസാരം കണ്ട് നമ്മുടെ പലരും നമ്മുടെ സ്ഥാനക്കയറ്റമോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുകയോ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം വരുവാനോ എല്ലാം സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വസ്തു, വീട് ഇതെല്ലാം അച്ഛനും സഹോദരനുമായിട്ടൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട്. മനസ്സിന് ചെറിയൊരു ദുഃഖം എപ്പോഴും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും മാറി വരും. ഈ ഒരു മാസത്തിന് ശേഷം നല്ലൊരു മാറ്റം ഉണ്ടാവും. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനവരവ് നമുക്ക് കാണുന്നുണ്ട്. ഈ മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര സാമ്പത്തികം വന്നാലും നമുക്കതുകൊണ്ടൊന്നും പരിഹരിക്കാനാവില്ല. അപ്പോൾ നമ്മളിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ മനസ്സിനുള്ളിൽ അലട്ടാതെ മുന്നോട്ട് പോവുക. എത്ര തന്നെ വരുമാനമുണ്ടെങ്കിലും മനസ്സിൽ സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ലാത്ത രീതിയിലായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സമയം സന്തോഷകരമായി മുന്നോട്ട് പോകുക. എല്ലാ ദോഷങ്ങൾക്കും പരിഹാരാർത്ഥം എന്ന വണ്ണം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും പക്കന്നാൾ വരുമ്പോൾ ഗണപതി ഹോമം നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അവനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കുള്ളൂ, നല്ലതേ വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കുന്നതുപോലെ സർവ്വകാര്യസിദ്ധി പൂജ നടക്കുകയാണ്. പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പൂജയാണ്. ഈ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പൂജയിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമസ്കാരം. മാസഫലത്തിൽ കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ നക്ഷത്രക്കാർക്ക്, അതായത് പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ശനിദോഷമൊന്നും ബാധിക്കുന്നില്ല. കാരണം ശനി ജന്മരാശിയുടെ 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ദോഷങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. ശനി കൊണ്ടുള്ള ദോഷങ്ങൾ അല്ലെങ്കിലും ഒരു ചെറിയൊരു തടസ്സം വരും. കാരണം നമ്മൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ചെറിയ തടസ്സം വരും. അപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ പോയി ഒരു നെയ്വിളക്കോ നീരാഞ്ജനോ കഴിപ്പിച്ച് കഴിഞ്ഞാൽ അത് മാറാവുന്നത് തന്നെയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല. തുടർന്ന് വ്യാഴം നിൽക്കുന്നത് തൻ്റെ ഉച്ചരാശിയിലാണ്. അതായത് ഒരു
വ്യാഴഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം 12 വർഷത്തിലൊരിക്കലാണ് തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകൻ രാശിയിലെത്തുന്നത്. അപ്പോൾ വ്യാഴം അങ്ങനെ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ രാജയോഗം പോലുള്ള സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു മാസക്കാലഘട്ടം. എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഇറങ്ങുക, ഉറപ്പായിട്ടും വിജയിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പരാജയങ്ങളും മടിയും അലസതയും എല്ലാം മാറ്റിവെച്ച്, പരാജയ ഭീതിയൊക്കെ മനസ്സിലുണ്ടായിരിക്കും, മാറ്റിവെക്കുക. നിങ്ങൾക്ക് സമയം വളരെ അനുകൂലമായി നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. നിങ്ങളുടെ മടി, അലസത, ഉറക്കക്കൂടുതൽ, കാര്യം നടക്കില്ല എന്നുള്ള ഒരു മനോഗതി ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ആത്മാർത്ഥമായി നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ 2 ഇരട്ടി ഫലം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയും സന്തോഷകരമായ ഒരു വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു മാസക്കാലഘട്ടമാണ് നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്ന സമയം, വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ അവരുടെ പിന്നാലെ എത്തുന്ന സമയം, വീട് പണി സംബന്ധമായ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരും എന്നുണ്ടെങ്കിലും ഈ ഒരു മാസത്തിന് ശേഷം അവിടെയും നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ബിസിനസ്സിൽ വലിയ പ്രതീക്ഷ വയ്ക്കാം. ലാഭങ്ങളുണ്ടാകുന്നു, നേട്ടങ്ങളുണ്ടാകുന്നു, ഐശ്വര്യം വന്നു ചേരുന്നു, ഒരുപാട് സമ്പൽ സമൃദ്ധിയൊക്കെ വരാൻ സാധിക്കുന്ന മനോഹരമായ ഒരു മാസം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അയ്യപ്പ സ്വാമിയെ ഒന്ന് പ്രാർത്ഥിച്ച് അയ്യപ്പ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. ഒരുപാട് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളെ തേടി വരും. അതിനോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയത്തിന് എന്തെങ്കിലും ഒരു നെഗറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കി അതിനും കൂടി പരിഹാരം ചെയ്തു പോയാൽ ഉറപ്പായിട്ടും മാറ്റം വരുന്നതായിരിക്കും. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം സർവ്വകാര്യസിദ്ധി പൂജ നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിന് താഴെ ഒന്ന് രേഖപ്പെടുത്തൂ. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. മാസഫലത്തിൽ ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അതിനോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു മാസക്കാലഘട്ടത്തിൽ നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും വരുന്നുണ്ട്. പക്ഷേ അഷ്ടമ ശനി ദോഷം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അഷ്ടമ ശനി ദോഷം എന്ന് പറയുമ്പോൾ ജന്മരാശിയുടെ 8ാമത്തെ രാശിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ കാര്യതടസ്സങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. അതിനോടൊപ്പം തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല തടസ്സങ്ങളുണ്ട്. പ്രതീക്ഷിക്കാത്തത്ര ആരോഗ്യസ്ഥിതി നമുക്ക് മോശമായി വന്നുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പെട്ടെന്നായിരിക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക. അതായത് ഈ ഒരു സമയത്ത് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ശനിയാഴ്ച ദിവസം നീരാഞ്ജനം, നെയ്വിളക്കെല്ലാം അർപ്പിക്കുക, പക്കന്നാൾ വരുമ്പോൾ എള്ള് പായസ വഴിപാടോ നെയ്യഭിഷേകമോ നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്നത് കൃത്യമായിട്ട് പ്രധാന ദേവനായുള്ള അമ്പലത്തിലായിരിക്കണം. അപ്പോൾ ഭഗവാൻ ഒരു നീരാഞ്ജനം കഴിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേ കഴിപ്പിക്കാൻ പാടുള്ളൂ. അങ്ങനെ കഴിപ്പിച്ചാൽ മാത്രമേ അതിനൊരു പൂർണ്ണ ഫലമുണ്ടാകുകയുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റേതെങ്കിലും ഉപദേവനായിട്ടുള്ള അമ്പലത്തിൽ, ഇപ്പോൾ ഒരു ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ മറ്റ് ക്ഷേത്രങ്ങളിലോ എല്ലായിടവും ഉപദേവനായിട്ട് അയ്യപ്പൻ കാണും. അവിടെ പോയി ഒരു നീരാഞ്ജനോ നെയ്വിളൊക്കെ കഴിപ്പിച്ചെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മുടെ ശനിദോഷം പൂർണ്ണമായിട്ടും മാറുകയില്ല. നമുക്ക് കഴിപ്പിക്കാം എന്നതേ ഉള്ളൂ. പൂർണ്ണമായിട്ടും മാറണം എന്നുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ തന്നെ കഴിപ്പിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ശനിദോഷം പൂർണ്ണമായിട്ടും മാറുകയുള്ളൂ. ഇപ്പോൾ ശനിദോഷം ഉള്ള സമയമാണ്. കൃത്യമായിട്ടും പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം വ്യാഴം നിങ്ങൾ നിൽക്കുന്നത് ജന്മത്തിൻ്റെ 12ാം രാശിയിലാണ്. വ്യാഴം നമുക്ക് ദോഷമൊന്നും ചെയ്യില്ല. ദോഷം ചെയ്യാത്ത ഒരു ഗ്രഹമുണ്ടെങ്കിൽ അത് വ്യാഴമാണ്. സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്ന ഗ്രഹമാണ് വ്യാഴം. പക്ഷേ ആ വരുന്ന ഐശ്വര്യങ്ങൾക്കൊരു കുറവ് വരാൻ സാധ്യതയുണ്ട്. അതായത് 12ാം രാശിയിലുണ്ട് അല്പം ചിലവ് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക.
നിങ്ങളുടെ സംസാരം ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. സംസാരത്തിലൂടെ നിരവധി പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സംസാരം ഒന്ന് നിയന്ത്രിക്കുക. സുഹൃത്തുക്കളും ബന്ധുക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അവരുടെ സഹായമാണ് നമുക്ക് കൂടുതലും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസാരം നിയന്ത്രിച്ചില്ലെങ്കിൽ അതും നമ്മളെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. വിവാഹ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ദൈവ അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് തടസ്സമാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവിടെ നിന്നും വിജയത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, സ്വാമിയെ പ്രാർത്ഥിക്കുക, സ്വാമിക്ക് പുഷ്പാഞ്ജലിയും പാൽപ്പായസ വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾ തടസ്സങ്ങൾ മാറുകയും സന്തോഷകരമായി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിക്കുമ്പോൾ കൃഷ്ണക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക. മറ്റേതെങ്കിലും ഉപദേവനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിപ്പിച്ചിട്ട് കാര്യമില്ല. അതേ അമ്പലത്തിൽ ചെയ്താലേ അതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും സർവ്വകാര്യസിദ്ധി പൂജ നടക്കുകയാണ്. പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് ഈ പൂജ നടക്കുന്നത്. അപ്പോൾ ഈ മാസവും പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിന് താഴെ നിങ്ങളുടെ പേര് നക്ഷത്രം ഒന്ന് കമൻറ്റ് ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമസ്കാരം. മാസഫലത്തിൽ കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ 3 നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ശനിയുടെ ദോഷവും ബാധിച്ചിരിക്കുകയാണ്, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതും കണ്ടക ശനിദോഷമാണ് നടക്കുന്നത്. ശനി ജന്മത്തിൻ്റെ 7ാം രാശിയിൽ നിൽക്കുന്നതിനാൽ കുടുംബ പ്രശ്നങ്ങളായിരിക്കും കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിനുള്ളിൽ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ, വിവാഹം നടക്കുന്നില്ല, വിവാഹം നടക്കുവാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ നടന്നിട്ടും ശരിയാകുന്നില്ല, വിവാഹം മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ പിരിയുന്നു, അകലുന്നു, ഒരുമിച്ച് കഴിയുകയാണെങ്കിൽ പോലും ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ, കുടുംബജീവിതത്തിനുള്ളിൽ മറ്റ് വ്യക്തികൾ കടന്നു വരികയും അത് മുഖാന്തരം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരവസ്ഥയാണ് നടക്കുന്നത്. ഇത് ശനിദോഷം കൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ദോഷം മാറുന്നതിന് വേണ്ടി ശനിദോഷ പരിഹാരം ചെയ്യുക. ഏതെങ്കിലും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ, മാത്രമല്ല ശനീശ്വര ദേവനുള്ള ക്ഷേത്രത്തിലോ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം, നെയ്വിളക്കെല്ലാം കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ പരിഹാരം ചെയ്യുമ്പോൾ കൃത്യമായിട്ടും നമ്മൾ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക. ഉപദേവതയായിട്ടുള്ള അമ്പലത്തിൽ ചെയ്താൽ ഫലം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പരിഹാരം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യമായിട്ട് അതേ അമ്പലത്തിൽ തന്നെ ചെയ്താലേ ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പരിഹാരം ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഈ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്തിക പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ സാധിക്കും. തുടർന്ന് വ്യാഴം ഇപ്പോൾ രാശി മാറിയിരിക്കുകയാണ്. വ്യാഴം നമ്മുടെ ജന്മത്തിൻ്റെ 11ാം രാശിയിലാണ് നിൽക്കുന്നത്. വളരെ നല്ലതാണ്. വ്യാഴം ഉച്ചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വ്യാഴം ഉച്ചത്തിലൊക്കെ നിൽക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണപരമായ അനുഭവങ്ങൾ വരാൻ സാധ്യത. അതിനോടൊപ്പം തന്നെ സാമ്പത്തിക വളരെയധികം കൂടുതലായി ലഭിക്കുന്നു, ധനപരമായ നേട്ടമുണ്ടാകുന്നു, ജോലിയിൽ പുരോഗതി, മാറ്റം, നേട്ടം, വിദേശ വരുമാനം, വിദേശ ജോലിക്കുള്ള സാധ്യത, വിദേശത്ത് പോകാനുള്ള സാധ്യത, വിദേശത്ത് വിദ്യാഭ്യാസം നടത്താനുള്ള സാധ്യത, വിദ്യാർത്ഥികൾക്ക് നേട്ടം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളൊക്കെ വരുവാൻ സാധിക്കുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ മാറ്റം ഒരുപാട് അംഗീകാരങ്ങളും നല്ല പദവികളും നമുക്ക് ലഭിക്കും. കാര്യതടസ്സങ്ങൾ ഒന്ന് മാറിക്കിട്ടും. വാഹനം വാങ്ങുവാനുള്ള യോഗമെല്ലാം കാണുന്നുണ്ട്. ബന്ധുക്കൾക്ക് വേണ്ടി ഒരു ധാരാളം ധനം ചിലവാക്കാനൊക്കെ സാധിക്കും. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും നാമം ജപിക്കുകയും വഴിപാടൊക്കെ കഴിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം തന്നെ എല്ലാ മാസവും ക്ഷേത്രത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം സർവ്വകാര്യസിദ്ധി പൂജ നടക്കുകയാണ്. അപ്പോൾ ഈ മാസത്തെയും പൂജ വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേരിലും പൂജ നടത്തുന്നതായിരിക്കും. നമസ്കാരം. മാസഫലത്തിൽ തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫലങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. മാത്രമല്ല
ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശനിദോഷം ബാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. എങ്കിലും ശനി നിൽക്കുന്നത് ഒരു 6-ാം ഭാവത്തിലായതുകൊണ്ട് ചെറിയ കാര്യതടസ്സങ്ങൾ വരുമെന്നുണ്ടെങ്കിലും നിങ്ങൾ സാരമാക്കേണ്ട. നമുക്കതിനുള്ള ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുമ്പോഴേക്കും വ്യാഴം നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. വ്യാഴം നമ്മൾ ജന്മരാശിയുടെ 10-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കർമ്മ രംഗത്ത് നേട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് നേട്ടങ്ങൾ, ബിസിനസ്സിൽ വരുമാനം, മാത്രമല്ല നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. ചെറിയൊരു തടസ്സം, അതൊരു ശനിയുടെ ഒരു തടസ്സം ഉണ്ടെങ്കിലും നമുക്ക് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥാനത്തിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് നേട്ടമുണ്ടാക്കുക തന്നെ ചെയ്യും. ഒരുപാട് ഐശ്വര്യം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഐശ്വര്യം, ഈ നല്ല ഫലങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ലേശം മടി, അലസത, ഉറക്കക്കൂടുതൽ ഇവയെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഒന്ന് മാറ്റി വെച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. വിവാഹ തടസ്സം നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. കാരണം ചെറിയ തടസ്സങ്ങൾ ഈ ഒരു സമയത്ത് വരും. അതിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. പ്രൈവറ്റ് ജോലിക്കാർക്ക് കൃത്യമായി ജോലി ലഭിക്കുകയും വരുമാനം ഉണ്ടാക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അവർക്ക് ഉയർച്ച ഉണ്ടാകാൻ സാധിക്കുന്നു. ഡെയിലി ജോലി ചെയ്യുന്ന വ്യക്തി, അതായത് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ടല്ലോ, സാധാരണ ജോലിക്കാർ, കെട്ടിട പണിക്കാർ, ഇങ്ങനെയുള്ള ജോലിക്കാർ, ഇവർക്കെല്ലാവർക്കും നേട്ടവും ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന മനോഹരമായ ഒരു സമയം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മൾ ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി നമ്മൾക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ആരാധിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും സർവകാര്യസിദ്ധി പൂജ നടക്കുകയാണ്. അപ്പോൾ ഈ മാസത്തെ പൂജയിൽ നിങ്ങളുടെ പേരെന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിന് താഴെ നിന്ന് രേഖപ്പെടുത്തുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കൊരു മാറ്റം വരികയും ചെയ്യും. നമസ്കാരം. മാസഫലത്തിൽ വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിനോടൊപ്പം ഈ നക്ഷത്രക്കാർക്ക്, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ശനിദോഷം ബാധിക്കുന്നില്ല. കാരണം പല രാശിക്കാർക്കും ഏഴര ശനി, കണ്ടക ശനി എന്നൊക്കെ പറഞ്ഞ് ദോഷങ്ങൾ അനുഭവിക്കുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ശനിദോഷം ബാധിക്കുന്നില്ല. ശനി നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്. അപ്പോൾ ദോഷങ്ങളൊന്നും അധികം ജീവിതത്തിലില്ല. എങ്കിലും ഒരു മടിയും അലസതയും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ജന്മത്തിൻ്റെ 9-ാം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഇപ്പോൾ രാജയോഗം എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, ആ ഒരു യോഗം ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ടൈം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കുവാൻ പറ്റുന്ന സമയമാണ്. ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും, വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഈശ്വര അനുഗ്രഹത്താൽ പലതും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം. അതായത് ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു, വിദ്യാഭ്യാസം ഉയർച്ചയുണ്ടാകുന്നു, വിദേശ ജോലിക്കുള്ള സാധ്യതയുണ്ടാകുന്നു. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ. നമുക്ക് കിട്ടില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാസമാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ ചില കാര്യങ്ങൾക്ക് ഭയങ്കര ഒരു മന്ദഗതി കാണുന്നുണ്ട്. നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഇതാണ്, നമ്മൾ മടി, അലസത, ഇത് നമുക്ക് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അതൊന്ന് മാറ്റിയെടുക്കുക. വളരെ നല്ലത് തന്നെയായിരിക്കും. മടിയും അലസതയും മാറ്റിയാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാരിദ്ര്യങ്ങളെല്ലാം മാറുന്ന ഒരു സമയം തന്നെയാണ്. സന്താനങ്ങൾക്ക് സൗഖ്യമുണ്ടാകുന്നു, ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു. പ്രതീക്ഷിക്കാത്ത പലതരം ഐശ്വര്യവും ഈ ഒരു മാസം നമ്മളെ തേടി വരികയാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ടും നിങ്ങൾ മുരുകൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. മുരുകൻ സ്വാമിയെ പ്രാർത്ഥിച്ച് മുരുകക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കാരണം നമ്മൾക്ക് എപ്പോഴും ഇതുപോലുള്ള നല്ല ഐശ്വര്യവും ഭാഗ്യങ്ങളും വന്നു ചേരുകയില്ല. ഇത്
വല്ലപ്പോഴുമാണ് നമുക്ക് ഇത്രയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്ന ദിനങ്ങൾ വരുന്നത്. ആ സമയം നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും ഐശ്വര്യം നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകത്തിൻ്റെ ദോഷമാണ്. കൃത്യമായിട്ട് ജാതകം ഒന്ന് പരിശോധിച്ച് അതിന് പരിഹാരം ചെയ്യുന്നതും നല്ലത് തന്നെയായിരിക്കും. ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ ഈ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം നമ്മളൊരു പൂജ നടത്തുകയാണ്, സർവകാര്യസിദ്ധി പൂജ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ പേരിലും പൂജ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. നമസ്കാരം. മാസഫലത്തിൽ ധനുരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മുമ്പ് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. ഈ ഒരു മാസക്കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കുവാൻ സാധ്യത അല്പം കുറവാണ്. കാരണം മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടക ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ ഉണ്ട്, ഇപ്പോഴുമുണ്ട്, അടുത്ത മാസവും ഇങ്ങനെ തന്നെ തുടരുവാനാണ് സാധ്യത. അപ്പോൾ കണ്ടക ശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരല്പം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യത. ശനി നിൽക്കുന്നത് ജന്മത്തിൻ്റെ 4-ാം രാശി, നിങ്ങൾ ജനിച്ച രാശിയുടെ 4-ാമത്തെ രാശിയിലാണ്. അപ്പോൾ വീട്ടിനുള്ളിൽ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരവസ്ഥ, പ്രശ്നങ്ങൾ അല്പം കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒരു ഐശ്വര്യക്കുറവ്, വീട്ടിനുള്ളിൽ സമാധാനമില്ലാത്തൊരവസ്ഥ, വീട് മാറുന്ന ഒരവസ്ഥ, വീട് വിൽക്കുവാനോ വാങ്ങുവാനോ ശ്രമിച്ചാൽ അത് നടക്കുന്നില്ല, വസ്തുവിൻ്റെ കാര്യത്തിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ, വീട്ടിലുള്ള വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിലല്പം കടബാധ്യതയോ ദാരിദ്ര്യമോ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ശനി ഈ ദോഷ സമയത്ത് കൃത്യമായി പരിഹാരം ചെയ്താലേ നമുക്ക് മാറ്റം വരികയുള്ളൂ. അത് ചെയ്യുമ്പോൾ പരിഹാരം ചെയ്യുന്നത് അതാത് ക്ഷേത്രത്തിൽ ചെയ്യുക. ഉപദേവതയായ ക്ഷേത്രങ്ങളിൽ പരിഹാരം ചെയ്താൽ ഫലം കുറവായിരിക്കും. അയ്യപ്പനൊരു നീരാഞ്ജനം കഴിപ്പിക്കുമ്പോൾ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക. ഇപ്പോൾ ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും എല്ലാം അയ്യപ്പൻ കാണും ഉപദേവനായിട്ട്. അവിടെ പോയി നീരാഞ്ജനം കത്തിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് പൂർണ്ണ ഫലം ഉണ്ടാകുകയില്ല. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ചെയ്താൽ 10 ഇരട്ടി ഫലം കൂടുതലായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം, നെയ്വിളക്ക് എല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ഒരു മാറ്റമുണ്ടാകും. മറ്റൊരു പ്രത്യേകത, വ്യാഴം ഇപ്പോൾ രാശി മാറിയിരിക്കുകയാണ്. വ്യാഴം ഉച്ച രാശിയിലാണ് മാറിയിരിക്കുന്നത്, കർക്കിടകൻ രാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ വ്യാഴമാറ്റം നമുക്ക് ഈ ഒരു മാസത്തിൽ നോക്കുകയാണെങ്കിൽ അഷ്ടമത്തിലാണ്, 8-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ദോഷമൊന്നുമല്ല, എങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള വലിയ വലിയ അനുഗ്രഹങ്ങളെ ഒന്ന് തടസ്സപ്പെടുത്തുന്നുണ്ടായിരിക്കും. പക്ഷേ അത് ശരിയായി വരും. ആദ്യം ഒരു തടസ്സം വന്നിട്ട് പിന്നെ അത് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വഭാവ സവിശേഷത അതൊന്ന് നേരെയാക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എടുത്തു ചാടിയുള്ള പെരുമാറ്റവും സംസാരവും ഒക്കെ നമുക്ക് പല പ്രശ്നങ്ങളും വരുത്തി വയ്ക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ഉദര സംബന്ധമായ ചെറിയ അസുഖങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിൽ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും വിജയം നമുക്ക് എക്സാമൊക്കെ വരുമ്പോഴേക്കും വിജയം കൈവരിക്കുവാൻ സാധിക്കും. ജോലിയിൽ പുരോഗതി കാണുന്നുണ്ട്. അങ്ങനെ നേട്ടങ്ങളെല്ലാം ജീവിതത്തിൽ വരാനുള്ള സാധ്യതയും നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഈ ഒരു മാസത്തിൽ സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. നാഗദൈവങ്ങൾക്ക് ആയില്യം വരുമ്പോഴേക്കും 100 പാലും പാൽപ്പായസ വഴിപാട്, അഭിഷേകം ഇതെല്ലാം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലമുണ്ടാകുകയും ഐശ്വര്യം ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ എല്ലാ മാസവും ക്ഷേത്രത്തിൽ സർവകാര്യസിദ്ധി പൂജ നടത്തുകയാണ്. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മകരം രാശിയിൽ ജനിച്ച ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് ഈ ഒരു മാസത്തിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ശനിദോഷമൊന്നും ബാധിക്കുന്നില്ല. ശനി ജന്മത്തിൻ്റെ 3-ാം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദോഷമൊന്നും അങ്ങനെ വലുതായിട്ട് വരുന്നില്ല. മാത്രമല്ല വ്യാഴം നിൽക്കുന്നത് 7-ാമത്തെ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്, ഉച്ചത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക്
ഈ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളുമായി പിരിയുകയും അകലുകയൊക്കെ ചെയ്തിരുന്ന വ്യക്തികൾക്ക് ഒന്നു ചേരാൻ പറ്റുന്നൊരു സമയമാണ്. ഒന്ന് ക്ഷമിക്കൂ, ഒരു വിട്ടുവീഴ്ച ചെയ്യൂ, ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവുമായിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ ഈ സമയം നമുക്ക് നല്ല രീതിയിൽ ഈശ്വര അനുഗ്രഹമുള്ള മനോഹരമായ സമയമാണ്. നല്ലൊരു ജീവിതം വീണ്ടും കെട്ടി ഉയർത്തി സന്തോഷകരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു സമയം. അപ്പോൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ഒരല്പം വിട്ടുവീഴ്ചയും ഒരു സോറിയും ഒക്കെ പറയുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഒരു സൈഡിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കുടുംബജീവിതത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുവാൻ ഇടയുണ്ട്. വിവാഹം നടക്കാതിരുന്ന പലർക്കും വിവാഹം നടക്കുവാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി തുറന്ന് കിട്ടുകയും ചെയ്യുന്നൊരു സമയമാണ്. നല്ല ആലോചനകൾ വരികയും അതിലുള്ള ഒരു നേട്ടമുണ്ടാകുകയും ചെയ്യും. വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ ലഭിക്കുന്നുണ്ട്. അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. വീട്, വാഹനം, വസ്തു ഇതൊക്കെ വാങ്ങുവാൻ സാധിക്കുന്നു. ഈ വിവാഹ സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിപ്പോൾ മാറേണ്ട സമയമാണ്. അപ്പോൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജോലിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുണ്ടെങ്കിലും അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മഹാദേവനെ ഒന്ന് പ്രാർത്ഥിക്കുന്നത്, ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് പൂജിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒരുപാട് നല്ല അനുഭവങ്ങൾ വരുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിലെ ദോഷങ്ങളും കൂടി ഒന്ന് മാറ്റി മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളുടെ ക്ഷേത്രത്തിൽ തന്നെ എല്ലാ മാസവും സർവ്വകാര്യസിദ്ധി പൂജ നടത്തുകയാണ്. നിങ്ങൾക്കും ആ പൂജയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ, വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തും. നമസ്കാരം. മാസഫലത്തിൽ കുംഭം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പുരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അവിട്ടം, ചതയം, പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 7.5 ശനിദോഷം നടക്കുകയാണ്. ശനി ജന്മത്തിൻ്റെ 2ാം രാശിയിലാണ് നിൽക്കുന്നത്. ശനിദോഷം ബാധിച്ചിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് ധനപരമായ കാര്യത്തിൽ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായ വിദ്യാർത്ഥികൾക്ക് വളരെയധികം മോശമായ സമയമാണ്. വിദ്യാഭ്യാസപരമായ പരാജയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സംസാരം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംസാരം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഈ ഒരു സമയത്തിൽ നിങ്ങൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുകയും സ്വാമിയുടെ ക്ഷേത്രദർശനം നടത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, നെയ്വിളക്കെല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അത് അയ്യപ്പസ്വാമിക്ക് അല്ലെങ്കിൽ ശ്രീ ധർമ്മശാസ്താവിനോ ശനീശ്വര ദേവനോ ചെയ്യാവുന്നതാണ്. പരിഹാരം ചെയ്യുമ്പോൾ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിലോ പരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഉപദേവതയായിട്ടുള്ള അമ്പലത്തിൽ പരിഹാരം ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി ഫലം പ്രധാന ദേവനായുള്ള അമ്പലത്തിൽ ചെയ്താൽ ലഭിക്കും. പരിഹാരം ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല, കൃത്യമായ സ്ഥലത്ത് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണ ഫലവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശനിദോഷം കാണുന്നുണ്ട്. 7 ശനിയാണ് നടക്കുന്നത്. സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇതിനോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം നമ്മുടെ ഈ ഒരു സമയത്ത് വ്യാഴം ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ വ്യാഴം നിൽക്കുന്നതും നമ്മളുടെ ഈ ജന്മരാശിയുടെ 6ാം രാശിയിലാണ്. അപ്പോൾ നമുക്ക് വലിയ തടസ്സമോ ദോഷമൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നതല്ല. അത് വേറെ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കില്ല. നല്ലതേ ചെയ്യുകയുള്ള, ദോഷം വരുത്തുകയൊന്നുമില്ല. എങ്കിൽ ചെറിയ തടസ്സങ്ങൾ വരുമെങ്കിലും നമുക്ക് വിജയമൊക്കെ കൈവരിക്കുവാൻ സാധിക്കും. എല്ലാ മേഖലകളിലും ഒരു വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ കാണുന്നു. വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതൊന്ന് സൂക്ഷിക്കുക. ഇന്നിപ്പം രോഗസാധ്യതയും വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. ഇതിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചെക്കപ്പ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. രൗദ്രദേവതയായ ഭദ്ര, ദുർഗ, ചാമുണ്ഡേശ്വരി എന്നീ ദേവിമാരെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.
നമ്മുടെ ഈ ചാനൽ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ സർവകാര്യസിദ്ധി പൂജ നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക. മാസഫലത്തിൽ മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ 7.5 ശനിദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനി ജന്മരാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സർവ്വകാര്യങ്ങൾക്കും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ തൊടുന്ന കാര്യങ്ങൾക്കെല്ലാം പരാജയങ്ങളും നഷ്ടങ്ങളും തടസ്സങ്ങളും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്ത് ചെയ്താലും പൂർണ്ണമായിട്ടും വിജയിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശനിയുടെ വലിയൊരു ദോഷം നമ്മളെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ശനിദോഷ പരിഹാരം കൃത്യമായിട്ട് നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ. അത് കൃത്യമായിട്ടും ശനീശ്വര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താലേ ഫലം ലഭിക്കുകയുള്ളൂ. ഉപദേവതയായി അയ്യപ്പനുള്ള അമ്പലങ്ങളിലൊക്കെ പോയി നമ്മൾ നീരാഞ്ജനം നെയ്യുകളൊക്കെല്ലാം കഴിപ്പിച്ചാൽ അത്രയ്ക്കും ഫലം പൂർണ്ണമായും നമുക്ക് ലഭിക്കാതെ വരികയും നമുക്കൊരു സന്തോഷം, നമ്മളുടെ ഒരു തടസ്സങ്ങൾ മാറാതെ സന്തോഷമില്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് പരിഹാരം അതാത് ക്ഷേത്രത്തിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതിൻ്റേതായ ഒരു നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് വ്യാഴം ഉച്ചത്തിൽ തൻ്റെ 5ാമത്തെ ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് ജയിക്കണം എന്ന് കരുതി ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സന്താനങ്ങളെ കൊണ്ട് നേട്ടവും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകും. ധനപരമായ ഉയർച്ചയുണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങളെല്ലാം മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ വരികയും ചെയ്യും. ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും ജീവിതത്തിൽ വരും. ഗുണങ്ങൾ ലഭിക്കുന്നില്ല, ഭാഗ്യങ്ങളൊന്നും ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജാതകം പരിശോധിക്കൂ. ജാതകത്തിൽ ഇപ്പോഴത്തെ സമയം നോക്കിയതിന് ശേഷം അതിന് പരിഹാരം കൂടി ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. സ്വാമിയെ പ്രാർത്ഥിച്ച് സ്വാമിയുടെ നാമമെല്ലാം ജപിച്ച് മുന്നോട്ട് പോയാൽ ഏറെക്കുറെ ഒരുപാട് നേട്ടവും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും.